ഈ ചോദ്യം പലരും ചോദിക്കും, ഡോക്ടറെ, ഇത് മാറുമോ? വയറ് കുറയുമോ? മാറും. പക്ഷേ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. വിസറൽ ഫാറ്റ് വെറും സംഭരിച്ച കൊഴുപ്പ് മാത്രമല്ല, അത് ജൈവമായി സജീവമാണ്. അതുകൊണ്ട് തന്നെ അത് അപകടകരവുമാണ്. എന്നാൽ അതേസമയം അത് പ്രതികരിക്കാവുന്നതുമാണ്. വിസറൽ ഫാറ്റ് കൂടുന്നത് ഒരു ഹോർമോൺ വ്യവസ്ഥയുടെ ഫലമാണ്. ഇൻസുലിൻ സ്ഥിരമായി ഉയർന്നാൽ കൊഴുപ്പ് സംഭരണം നടക്കും. അതിനാൽ ആദ്യം വേണ്ടത് ഇൻസുലിൻ സ്ഥിരപ്പെടുത്തലാണ്. ഭക്ഷണക്രമം ശരിയാക്കുക, ഇടവേളകൾ അനുവദിക്കുക, അമിത കാർബോഹൈഡ്രേറ്റ് ആവർത്തനം കുറയ്ക്കുക. ഇതിലൂടെ ഇൻസുലിൻ താഴാൻ തുടങ്ങും. ഇൻസുലിൻ താഴുമ്പോൾ ശരീരം സംഭരണ മോഡിൽ നിന്ന് കത്തിക്കൽ മോഡിലേക്ക് മാറും. അടുത്ത പ്രധാന ഘടകം പേശിയാണ്. പേശി കൂടുമ്പോൾ ഗ്ലൂക്കോസ് ഉപയോഗശേഷി ഉയരും. ശരീരം അധിക ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല. പേശി ശരീരത്തിന്റെ മെറ്റബോളിക് എഞ്ചിനാണ്. അതിനാൽ പേശി പുനർനിർമ്മാണം നടന്നാൽ വയറിലെ കൊഴുപ്പ് കുറയാൻ തുടങ്ങും. ഉറക്കവും അത്രമേൽ നിർണായകമാണ്. ഗുണമേന്മയുള്ള ഉറക്കം കോർട്ടിസോൾ കുറയ്ക്കും. കോർട്ടിസോൾ കുറഞ്ഞാൽ കേന്ദ്ര കൊഴുപ്പ് സംഭരണം കുറയും. ശ്വാസപരിശീലനം, സ്ട്രെസ് നിയന്ത്രണം എന്നിവ ചേർന്നാൽ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് നിലയിൽ നിന്ന് റിസ്റ്റോർ ആൻഡ് റിപ്പയർ നിലയിലേക്ക് മാറും. വയർ കുറയുമ്പോൾ വെറും അളവ് മാത്രമല്ല മാറുന്നത്, ശ്വാസം ആഴത്തിലാകും, ശരീരത്തിന്റെ ബാലൻസ് മെച്ചപ്പെടും, പുറം വേദന കുറയും, ഉന്മേഷം കൂടും, ഭക്ഷണത്തോടുള്ള ക്രേവിംഗ് കുറയും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.